ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത വേദഭാഗം തീത്തോസിൻ്റെ ലേഖനമാണ്. അവിടെ നിന്നുകൊണ്ട് അല്പസമയം സംസാരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വലിയൊരു ശുശ്രൂഷയ്ക്കുള്ള സമയം ഇന്നില്ല. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. തീത്തോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, പൗലോസിനാൽ ജനിക്കപ്പെട്ട, പൗലോസിൻ്റെ ശുശ്രൂഷയിൽ കൂടി ഒരു യഹൂദനല്ല, യവനനാണ്. അത് മറ്റ് ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും. പൗലോസ് ഒന്നാമതായി കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ, റോമൻ കാരാഗൃഹത്തിൽ ആദ്യത്തെ പ്രാവശ്യം കിടക്കുമ്പോൾ, അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ നേരെ ക്രേത്ത എന്നൊരു ദ്വീപിൽ തീത്തോസും പൗലോസും കൂടെ പോയി സുവിശേഷം അറിയിച്ചു. അപ്പോൾ ക്രേത്ത എന്ന ദ്വീപിൽ അനേകർ സുവിശേഷം അറിയിച്ചതിന് ശേഷം പൗലോസിന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുകൊണ്ട് തീത്തോസിനെ അവിടെ വെച്ചിട്ട് പൗലോസ് പോയി. അപ്പോൾ അവിടെയുള്ള സഭകളെ എങ്ങനെ നടത്തണമെന്ന് പൗലോസ് തീത്തോസിന് എഴുതുന്ന ലേഖനമാണിത്. അപ്പോൾ ഇതൊരു ഇടയലേഖനം എന്നല്ലെങ്കിൽ പാസ്റ്ററൽ ലേഖനമാണ്. 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, 2 ലേഖനം. ഇത് 3-ാമത്തെ ലേഖനമാണ്. ഇതും പാസ്റ്റർക്ക് എഴുതുന്ന ലേഖനമാണ്. അപ്പം ക്രേത്തയിലുള്ള സഭയെ എങ്ങനെയായിരിക്കണം ദൈവികാലോചനകൾ നടത്തേണ്ടതെന്ന് പൗലോസ് തൻ്റെ മകനെന്ന് പറയുന്നത് ആത്മീയ മകനാണ്. തീമോത്തിയോസ് ആത്മീയ മകനായിരുന്നു, തീത്തോസും അതുപോലെ തന്നെ. ആ തീത്തോസിനെ എഴുതി ഉറപ്പിക്കുന്നത് എങ്ങനെ വേണം സഭ നടത്തേണ്ടതെന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളപ്പോൾ അത് പഠിച്ചെങ്കിൽ മാത്രമേ ഒരു സഭയിൽ എങ്ങനെ ആയിരിക്കണം, ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക്, ശുശ്രൂഷകർക്ക് എല്ലാവർക്കും പാസ്റ്ററാകാൻ പറ്റുമോ, ഇതൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതിന് വിരോധമായിട്ട് നമ്മൾ കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇല്ല, ഒരു പ്രാവശ്യം M.A. റീസ് സാർ ഇതുപോലെ പറയുന്നത് കേട്ടോ. അദ്ദേഹം വിശ്വാസത്തിൽ വരുന്നത് 11-ാമത്തെ വയസ്സിലെങ്ങണ്ട. അദ്ദേഹം ബൈബിൾ വായിച്ചപ്പോൾ തലയിൽ മൂടിയിടുന്ന പുരുഷൻ അപമാനമാണ്. ബൈബിളുണ്ട്. സ്ത്രീക്ക് മുടി നീട്ടി വളർത്തുന്നത് അലങ്കാരവും, പുരുഷൻ തല മുടി നീട്ടി വളർത്താൻ പാടില്ല, അല്ലെങ്കിൽ തലയിൽ വസ്ത്രം ഇടുന്നത് അപമാനമെന്ന്. അപ്പോൾ അദ്ദേഹമായിരിക്കുന്ന ചർച്ചിലെ പ്രധാന അധ്യക്ഷൻ തലയിൽ ഇതിട്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ബൈബിളിൽ ഒന്ന് പഠിപ്പിക്കുന്നത്, നിങ്ങൾ തിരുമേനിമാർ ഇതിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബൈബിളിൻ്റെ വിരോധമായിട്ടല്ലേ അത്? ബൈബിൾ ഒരിക്കലും പുരുഷന്മാർ തല മൂടാൻ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചർച്ചിൽ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ലേഖനങ്ങളാണ് പൗലോസ് താൻ സ്ഥാപിച്ച സഭയിൽ അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്, അല്ലെങ്കിൽ അതിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്കിത് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ 2-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞ് ഇതുകൂടെ ഒന്ന് പൂർത്തീകരിച്ചിട്ട് ഇതെന്താണെന്നൊന്ന് പൂർണ്ണമായ ഒരു ഔട്ട്ലൈൻ ലഭിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, കൽപ്പന പ്രകാരം എന്നെ ഫരമേൽപ്പിച്ച പ്രസംഗത്താൽ. അപ്പോൾ ആ പ്രസംഗം ഏതായിരുന്നു? ദൈവമായ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഫരമേൽപ്പിച്ചൊരു പ്രസംഗം. അല്ല സ്വന്തമായിട്ട് പ്രസംഗിക്കുകയല്ല, തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ, തക്ക സമയത്ത് വചനം കൊടുത്ത് കൽപ്പന പ്രകാരം ഫരമേൽപ്പിച്ചൊരു പ്രസംഗമാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. വെളിപ്പെടുത്തിയ അടുത്ത വചനം, ഫോഷ്കില്ലാത്ത ദൈവം. ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് ഓരോ കാര്യം ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഈ യഹോവസാക്ഷികളെ പറ്റി പറയുമ്പോൾ ഒരുപാട് വചനമുണ്ട്. യേശു ദൈവമല്ലെന്ന് അവർ പറയും, പരിശുദ്ധാത്മാവ് ദൈവമല്ലെന്ന് പറയും. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയാണ്. എന്തൊരു മടയത്തരമാണ്. ബൈബിൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. യേശു ദൈവമല്ല, നമുക്കുള്ള നിത്യപിതാവും നിത്യപുത്രനും നിത്യപരിശുദ്ധാത്മാവുമാണ്. യേശുവിൻ്റെ പേര് തന്നെ എന്താ?
നിത്യജീവൻ. നിത്യജീവനാണെന്ന് എങ്ങനെ ജനിക്കുന്നത്? ദൈവത്തിൻ്റെ ജീവൻ ഒരിക്കലും ജനനമില്ല. അപ്പം നിത്യജീവൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവമാണ് ഒരാളോട് കൊടുക്കുന്നത്. അപ്പോൾ യേശു നിത്യജീവനാണെന്ന് പറയുമ്പോൾ യേശു എങ്ങനെ ജനിക്കുന്നത്? യേശുവിനെ ജനിപ്പിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. യേശു ദൈവമാണ്. യേശു ദൈവമായതുകൊണ്ടാണ് നിത്യജീവനാണെന്ന് പറയുന്നത്. നിത്യജീവനെ കൊടുക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനിലുള്ളത് നിത്യജീവനല്ല. യേശു ഒരുത്തൻ്റെ അകത്ത് വന്നെങ്കിൽ മാത്രമേ അവൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ കിട്ടിയാലേ നിത്യജീവനാകുന്നുള്ളൂ. അപ്പോൾ യേശുവാണ് നിത്യജീവൻ. അപ്പോൾ നിത്യ എന്നൊരു വാക്ക് മുന്നേ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവികമാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റേണൽ ലൈഫ് എന്നാ. ഇറ്റേണൽ ലൈഫ് യേശു ഇറ്റേണൽ ലൈഫാന്ന് പറഞ്ഞാൽ യേശുവിന് ആരംഭമില്ല, അവസാനമില്ല. നമുക്കെല്ലാം ആരംഭവും അവസാനമുണ്ട്. യേശുവിന് ഒരിക്കലും ആരംഭവും അവസാനമില്ല. അതിൻ്റെ പേരാ ദൈവം. ചേർന്നല്ലോ പറഞ്ഞാട്ടെ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം അതിനെപ്പറ്റി പഠിപ്പിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരാ? ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവമല്ലേ? അത്രമാത്രം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യത്തില്ല പെട്ടെന്ന് വായിക്കുമ്പോൾ, അല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കും, നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്തുവാ? ദൈവമാണ്. അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നത് എങ്ങനെ? ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാകും? നേരത്തെ അല്ലായിരുന്നല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോഴല്ലേ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമായേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആരാ? പ്രൈസ് ദി ലോർഡ്. ഒരുപാടുണ്ട് കേട്ടോ. യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ സത്യദൈവവും നിത്യജീവനുമാണ്. അപ്പോൾ സത്യദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു തന്നെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. തൃത്വം എന്താണെന്ന് പഠിക്കണം, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ദൈവികമായ ജ്ഞാനം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കും, അല്ലെങ്കിൽ പതറിപ്പോവും. എപ്പോഴും ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ബോൾഡായിരിക്കും. ഏത് പ്രതികൂലം വന്നാലും നമ്മൾ തകരത്തില്ല. കാരണം നമ്മുടെ അകത്തെ വിശ്വാസം ദൈവവചന അടിസ്ഥാനത്തിൽ ബോൾഡാണ്. അതിനെ ഖണ്ഡിക്കാൻ ആർക്കും പറ്റത്തില്ല. അവിടെയാണ് ദൈവത്തെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നത്. ഞാൻ യേശു രണ്ടാമത് വരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ട് ഇനി എന്നോട് ആര് പറഞ്ഞാലും പുനരുത്ഥാനമില്ല ചെല്ലു ചോദിക്കത്തില്ലേ? ജീവിതമെല്ലാം ഇവിടെ കഴിയുന്നു, അല്ലേ? ഇവിടെ അങ്ങനെ ജീവിച്ചോ, തീർന്നു അങ്ങനെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഇല്ല. പുനരുത്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് യേശു പറയുന്ന മറുപടിയൊക്കെ വളരെ രസമാണ്. യേശുവിൻ്റെ അടുത്ത് പുനരുത്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ച പരീക്ഷന്മാർ സാധുക്യരാണ്. പുനരുത്ഥാനം ഇല്ലെന്ന് വിശ്വസിക്കും. അങ്ങനെയാണ് അതാണ് കറക്റ്റെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല, എന്നാലും സാധുക്യരാണ്, പുനരുത്ഥാനം ഇല്ലെന്ന് വെച്ചാൽ. അപ്പം അവർ വന്നിട്ട് യേശുവിനോട് ചോദിച്ചു, പുനരുത്ഥാനം. യേശു പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയാം? ഒത്തിരിയാണ്. യേശു പറയുന്ന മറുപടിയൊക്കെ വളരെ സ്പിരിച്വൽ. അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ലെന്ന്. അപ്പോൾ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഓൾറെഡി മരിച്ചുപോയി, പക്ഷെ ഇപ്പോഴും ജീവിക്കുന്നെന്ന് നോക്കി. യേശു അങ്ങനെ ആ മറുപടി കൊടുത്തെന്ന് നോക്കി. സ്പിരിച്വൽ മറുപടി ഒരിക്കലും ജഡീകന് മനസ്സിലാകത്തില്ല. അവൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അർത്ഥം അബ്രഹാം, ഇസഹാക്കും യാക്കോബും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അവരുടെ ദൈവം ഇപ്പോഴും അവരുടെ ദൈവമാണെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടം കൊണ്ട് തീരുന്നൊന്നല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജീവനുള്ളവരുടെ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമും ഇസഹാക്കും നിങ്ങളുടെ മുന്നിൽ, യാക്കോബും നിങ്ങളുടെ മുന്നേ മരിച്ചു, പക്ഷേ ഇപ്പോഴും ജീവനുള്ള, അല്ലെങ്കിൽ പിന്നെ മരിച്ച അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറയണം. അല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വചനം പഠിക്കുമ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരു വചനത്തിൻ്റെ അകത്ത് ഒരു വലിയ വെളിപ്പാടുണ്ട്. അത് നമുക്ക് ഗ്രഹിച്ചെങ്കിൽ മാത്രമേ ആ സത്യം നിലനിൽക്കാൻ പറ്റൂ. അതൊരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ വചനത്തിൽ നിങ്ങൾ ബോൾഡ് ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചല്ലോ, വചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി. അപ്പോൾ സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ തൻ്റെ വൃതന്മാരുടെ വിശ്വാസത്തിന് ഓർത്ത് നോക്കി. അപ്പോൾ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് വൃതന്മാർക്ക് വേണ്ടിയിട്ടാണ്.
വെളിയിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ തൻ്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസരണമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനും. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസരമായി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനും വേണ്ടിയിട്ടാണ് ലേഖനം എഴുതുന്നത്. അല്ലാതെ വിശ്വാസികളല്ലാത്തവർക്ക് എഴുതുകയല്ല. ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസം വർദ്ധിക്കുവാനും ഭക്തിക്കനുസരണമായി സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി വളരാനും വേണ്ടിയിട്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നിട്ട് എഴുതി, ദൈവത്തിൻ്റെ ദാസൻ, ബോണ്ട് സെർവൻ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസ്. ദൈവത്തിൻ്റെ ദാസൻ എന്നാണ് യേശു പറഞ്ഞത്. നമ്മൾ പുത്രന്മാരാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ്, അടുത്ത വചനം, പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസ്. ഉണ്ടോ? പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. മൈൻ ഓൺ സൺ, എൻ്റെ അടുത്ത ഒട്ടുമേളിൽ നോക്കി, ടു തീത്തോസ് മൈൻ ഓൺ സൺ. നോക്ക്, വിശ്വാസത്താൽ ജനിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ളവരല്ലയോ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കി, പൗലോസിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റനുസരിച്ച് ദൈവം വിളിച്ച് വേർതിരിച്ച് അപ്പോസ്തലനാക്കി വെച്ച് ഇതാ ഇവിടെ എഴുതിയിരിക്കുക, താൻ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? താൻ മൂലം സുവിശേഷം കേട്ട് ജനിച്ചവരുടെ വിശ്വാസത്തിനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലും അവർ നിലനിൽക്കേണ്ടതിന്, അതിന് വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. തീത്തോസിനാണ് ഇത് എഴുതുന്നതെങ്കിലും തീത്തോസ് അവിടുത്തെ പാസ്റ്റർ അല്ലെന്നുണ്ട്. അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് പല എൽഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് പഠിപ്പിക്കുന്ന എന്നാണെന്നും ആ സഭയ്ക്കകത്ത് എങ്ങനെ ആയിരിക്കണം വർദ്ധിക്കേണ്ടതെന്നും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പീരാണ് ഈ തീത്തോസിൻ്റെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അകത്ത് ഈ വെർഷൻ്റെ അകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. നോക്കട്ടെ. തീത്തോസ് 1. ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. അതാ എനിക്ക് അക്കോർഡിംഗ് ടു ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്സ് എലക്ട്. ദൈവം തെരഞ്ഞെടുത്ത അവരെ വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രദന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ദൈവം തിരഞ്ഞെടുത്തവർ. ടു ദ ഫെയ്ത്ത് ഓഫ് ഗോഡ്സ് ഇലക്ട്. ബ്രദന്മാരെന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്തവർ. അവരുടെ വിശ്വാസവും വർദ്ധിക്കുന്നതിനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ അവരായിത്തീരേണ്ടതിനുമായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ഒരു വ്യക്തിയെ ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വിശുദ്ധരല്ല, ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവം തിരഞ്ഞെടുത്തവരാണ് വിശുദ്ധർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെയാണ്. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോയി കൗൺസിൽ ചെയ്താൽ ഒരു വ്യക്തിയെ ദൈവത്തിലാക്കാൻ ഒക്കത്തില്ല. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിക്കാണ് അത് സ്വീകരിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയോട് ഇടപെട്ടെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ സന്നിധി വരത്തില്ല. നമ്മുടെ കഴിവ് കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയെ കർത്താവിലേക്ക് ആക്കാൻ പറ്റത്തില്ല. നമ്മളിൽ കൂടി പരിശുദ്ധാത്മാവ് ഇടപെട്ടെങ്കിൽ മാത്രമേ പറ്റൂ. നമ്മളതിനൊരു മുഖാന്തരമാകുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തിനും, അത് വൃതന്മാരെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, വിശ്വാസത്തിനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനും ഹേതുവായിട്ടാണ് ഈ ലേഖനം തൻ്റെ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ര കാര്യമായിട്ടാണ് ലെറ്റർ എഴുതുന്നതെന്ന് നോക്കി. അടുത്ത വചനം, ഇനി 5-ാമത്തെ വചനം എടുത്തു. പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അടുത്ത വചനം ഇമ്പോർട്ടൻറ്റ്. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച്, കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ക്രേത്ത ദ്വീപിൽ നിന്നെ വിട്ടേച്ച് പോകുന്നത്. അപ്പം വിട്ടേച്ച് പോകുന്നതിന് ശേഷം എഴുതുക, ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. തന്നെ. അപ്പോൾ ക്രേത്ത ദ്വീപിൽ അനേക ചർച്ച ഉണ്ട്. അവിടെ എല്ലാം മൂപ്പന്മാരെ ഓരോ സഭയിലും വെക്കണം. എൽഡേഴ്സ്.
എന്നിട്ടാ പറയുന്നത് എങ്ങനത്തെ മൂപ്പന്മാരെ വെക്കുമോ, മൂപ്പന്മാരെങ്ങനെ ആയിരിക്കണമെന്നുള്ള. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും. നോക്കി, പാസ്റ്റർ ശുശ്രൂഷ ഭാര്യയില്ലാത്തവന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പല സഭകളിലും ഭാര്യയില്ലാത്തവരാ വലിയ പുള്ളികൾ. ചില വിവാഹം പോലും വിലക്കുന്നു അല്ലേ. ഈ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവാഹം വിലക്കുന്നു. ബൈബിൾ അടിസ്ഥാനത്തിൽ അത് തെറ്റാ. ഇപ്പൊ പാരമ്പര്യ പെന്തിക്കോസിലാണെങ്കിൽ ഭാര്യ മരിച്ചു പോയാൽ പിന്നെ പാസ്റ്ററായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ശുശ്രൂഷ ചെയ്യാം, പൊതു ശുശ്രൂഷ ചെയ്യാം. ചർച്ചിൻ്റെ ഇൻചാർജ് ആകണമെങ്കിൽ ഭാര്യ കൂടെ വേണം. എത്ര പക്വതയോടെ ദൈവം കൈകാര്യം ചെയ്തെന്ന് ഒരു കാര്യം. കാരണം സഭയ്ക്കകത്ത് 2 വിഭാഗക്കാരുമുണ്ട്. പ്രൈസലോ. അപ്പോൾ നമ്മൾ വിചാരിക്കണം വിവാഹം വിലക്കാൻ പറ്റത്തില്ല, വിലക്കുന്നത് പാവമാണെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യയുള്ളവനും ദുർനടപ്പിൻ്റെ ശ്രുതി അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം. എന്നേക്ക് എന്തുകൊണ്ടാണ് വിശ്വാസികളായ മക്കളുള്ളവരായിരിക്കണം? ദുർനടപ്പിൻ്റെ ശ്രുതി പോലും അവരെ പറ്റി കേൾക്കരുത്, അനുസരണക്കേടില്ലാത്ത. അപ്പോൾ പൗലോസ് എഴുതുകയാണ്, ക്രേഥാദ്വീപിൽ ഒരേക സഭകളുണ്ട്, അവിടുത്തെ പാസ്റ്റർ എങ്ങനെ ആയിരിക്കണം, അവരെ ആരെ ആയിരിക്കും, ഏത് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് വേണം അപ്പോയിന്റ് ചെയ്യാൻ. ക്രൈസ്തലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ അങ്ങ് പാസ്റ്ററെ വെക്കായിരിക്കും. അല്ല, ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എഴുന്നേക്ക്, ബ്ലെയിംലെസ് ദ ഹസ്ബൻഡ് ഓഫ് 1 വൈഫ്. 2 വൈഫ് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് റീമാരേജ് പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഭാര്യ മരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവം യോജിപ്പിച്ചേനെ. ഞങ്ങൾ വിവാഹ ശുശ്രൂഷ നടത്തും, ദൈവം യോജിപ്പിച്ചേനെ. മനുഷ്യന് വേർതിരിക്കാൻ പറ്റില്ല, മരണത്തിൽ കൂടി അല്ലാതെ. അതൊക്കെ യേശുവിനോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോശ വ്യഭിചാരക്കുറ്റം നിമിത്തം വിവാഹം കഴിക്കാൻ അനുവദിച്ചില്ല. അപ്പോൾ യേശു പറയുന്നൊരു കാര്യമാണ്, എന്താ, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം അത് അനുവദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെയാണ് ബിബ്ലിക്കലായിട്ടുള്ള ടീച്ചിങ്. ഇതൊക്കെ അടുത്ത വചനം. അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരനാകിയാൽ അനിന്യനായിരിക്കണം. ഇവിടെ ബിഷപ്പ് എന്ന് എഴുതിയേക്കുന്നു, പക്ഷെ ഓവർസിയർ എന്നാണ്. അപ്പോൾ അനേകർക്ക് ഭാര്യമാരില്ല ബിഷപ്പ് എന്ന് പറയുമ്പോൾ. ഓവർസിയർ. പ്രൈസ് ദി ലോർഡ്. മസ്റ്റ് ബി ബ്ലെയിംലെസ്. നോക്കി, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും ആകരുത്. പാസ്റ്ററുടെ ക്വാളിഫിക്കേഷനാണ്. ഇപ്പം ഞാൻ പാസ്റ്റർ ആകുന്നതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുക, ആരും എടുക്കത്തുമില്ല. ഒരു പാസ്റ്റർ ഇത് എടുക്കത്തില്ല, കാരണം വിശ്വാസികൾ അറിഞ്ഞ പ്രശ്നമായി ഇങ്ങനെ സത്യമില്ലാത്ത കിടപ്പുണ്ടെന്നുള്ളത്. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹി അരുത്. അടുത്ത വചനം. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും. ക്വാളിഫിക്കേഷനാണ്. പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. ഇവിടെ ഇരിക്കുന്നവരെ രസിപ്പിക്കുന്ന വചനമല്ല. ദൈവം എന്ത് പത്യോപദേശം കൊടുക്കണം. ഈ ലേഖനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം മാത്രം ചിലത് മാത്രം പഠിപ്പിക്കുകയല്ല, ശരിക്കും അത് എഴുതി. ഇപ്പം തീത്തോസിൻ്റെ ലേഖനം മൊത്തം എടുത്തതിൻ്റെ കാരണം അതാ. ഈ സത്യം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് അറിയണമല്ലോ. തീത്തോസ് ഒരു സഭയ്ക്കകത്ത്, പല സഭ, ഒരു ദ്വീപിലെ മൊത്തം സഭയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന തീത്തോസിന് പൗലോസ് എഴുതുന്ന ലേഖനമായത്. ഹോൾഡിങ് ഫാസ്റ്റ് ദ ഫെയ്ത്ത്ഫുൾ വേർഡ്. ഓക്കെ, പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ഉണ്ട്. ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനായിരിക്കണം. അപ്പം നമ്മൾ ഈ വചനത്തിൽ മുറുകെ പിടിക്കണം. ഈ വചനം വിട്ട് ഒരു ശുശ്രൂഷയില്ല. നമ്മുടെ ഇഷ്ടപ്രകാരം ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. വചനത്തെ കൂട്ടി ഒരു ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. അടുത്ത വചനം. വൃഥാ വാചാലന്മാരും മനോവഞ്ചകരുമായി വഴങ്ങാത്തവരായ പലരും ഉണ്ടല്ലോ. അടുത്ത വചനം. വിശേഷാൽ പരിച്ഛേദനക്കാർ.
അന്ന് പ്രശ്നമുണ്ടായിരുന്നു. യഹൂദന്മാർ പരിച്ഛേദന ഏൽക്കണമെന്നും പറഞ്ഞ്, ക്രിസ്തു പോരാ, ക്രിസ്തു യേശുവിൽ വന്നാലും നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. അത് ജൂതിസം, അങ്ങനെ ഒരു ടീച്ചിങ് അന്നുണ്ട്. അപ്പം യേശുവിനേക്കാൾ വലുത് പരിച്ഛേദനയാണ്. യേശു നമുക്ക് ലഭിച്ചിട്ട് യേശുവിനേക്കാൾ വലിയ, യേശു ജീവിക്കുന്നതിന് പകരം വേറെ ഏത് കമാൻഡ്മെൻറ്റും യേശുവിനെ കൂടാതെ ചെയ്യുന്നതിന് ഒരിക്കലും ദൈവം അംഗീകരിക്കുന്നില്ല. അവരുടെ വായ, പരിശോധനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. അപ്പോൾ അന്നും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. ദൈവികമല്ലാത്ത ശുശ്രൂഷകൾ ചെയ്ത് കുടുംബങ്ങളെ മൊത്തം മറിച്ചു കളയുന്നു. അടുത്ത വചനം, ക്രേത്തരെ പറ്റി പറയുക, സർവ്വതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരും. ഒരു പാസ്റ്റർ വെച്ചു, പാസ്റ്റർമാർക്കെല്ലാം പെരുവയറാണ് അത്രയെന്ന് അവരിലൊരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞാലേ, പാസ്റ്ററായതുകൊണ്ട് ഞാനിത് ശുശ്രൂഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിത് അറിയണമല്ലോ, നിങ്ങളുള്ള സ്നേഹം നിമിത്തമായത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാസ്റ്ററെ കുറ്റം പറഞ്ഞല്ല, അല്ല, വന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ജനിച്ച് ചിലരുടെ ശരീരപ്രകൃതം വയറൊക്കെ ഉണ്ടാകും. പക്ഷേ അമിത ഭക്ഷണം എപ്പോഴും തെറ്റാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിപ്പോൾ പാസ്റ്റർമാരായിരിക്കണമെന്നല്ല, അല്ല, മറ്റുള്ളവരാരായാലും അമിത ഭക്ഷണം മൂലം രോഗം ഉണ്ടാകും. ദൈവത്തിൻ്റെ കൺട്രോളിലല്ല. ഇപ്പോൾ അമിത ഭക്ഷണം കഴിച്ചിട്ട് രോഗം വന്ന ദൈവമാണ് രോഗം തരുന്നത്. എന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ല, അല്ലേ? നിങ്ങൾ ചിന്തിച്ച് വായിക്കുക. നമ്മൾ ദൈവികമായ ഒരു ലൈഫ് ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൂടി നമുക്ക് വരുന്ന, നമ്മുടെ ശരീരത്തിന് വരുന്ന കേട് ദൈവമല്ല ഉത്തരവാദി. ഞാനിപ്പോൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതിന് ദൈവമാണ് ഉത്തരവാദി. എനിക്ക് രോഗം വന്നത്, കരളലിഞ്ഞു പോയത്. ഫാറ്റെല്ലാം കൂടെ കഴിക്കുക, കൊഴുത്തതെല്ലാം കൂടെ കഴിക്കുക, കുടവണ്ടിയും വെച്ച് എൻ്റെ ഫാറ്റ് പോയി ബ്ലോക്ക് വന്ന ദൈവമാണ് ഉത്തരവാദി. അതൊക്കെ നാച്ചുറലായിട്ട് നമ്മൾ ശീലിച്ചു പോകേണ്ട. ഇതൊക്കെ നമ്മൾ എല്ലാം ദൈവം തരുന്നതാണെന്ന് വിചാരിച്ചു, ആ ദൈവം തന്ന് എനിക്ക് രോഗം അല്ല. നിങ്ങളുടെ ജീവിതശൈലി ദൈവം പറഞ്ഞിട്ടുണ്ട്, അമിത ഭക്ഷണം പാടില്ല, എല്ലാം കൺട്രോളായിരിക്കണം. രോഗസൗഖ്യത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് രോഗസൗഖ്യം കർത്താവിൽ വിശ്വസിക്കണം. പക്ഷെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം, ഈ സാക്ഷ്യം നേർ തന്നെ, അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. നോക്കി, അപ്പോൾ ഈ ലേഖനം എഴുതുന്നതിനാ? വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടത്. അപ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യമില്ലായിരുന്നു. ഈ ലേഖനം എഴുതുന്നത് തന്നെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം, യഹൂദ കഥകളെ, സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുക. തീത്തോസിന് എഴുതുക, മനുഷ്യരുടെ കൽപ്പനകൾ. മാനുഷികമായ കൽപ്പന എന്താണ്? ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ മാനുഷിക കൽപ്പന. പല കൽപ്പനകൾ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുക, അതൊന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എഴുതിയിരിക്കുന്നു, അടുത്ത വചനം, ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാം ശുദ്ധമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്വോത്രത്തോടെ കഴിക്കുന്നത് ശുദ്ധം, അല്ലുകൊണ്ട് കള്ളു കുടിക്കാമെന്നല്ല. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇത് അശുദ്ധമാണെന്ന് പറയുന്നവരുടെ ചിത്തവും അവരുടെ മനസ്സും മനസാക്ഷിയും മലിനമായി പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അടുത്ത വചനം, അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവർത്തികളാൽ അവനെ നിഷേധിക്കുന്നു. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ദൈവത്തെ അറിയുന്നെന്ന് പറയുന്നെങ്കിൽ പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം. ഒരു വ്യക്തിക്ക് ദൈവത്തെ അറിയണമെങ്കിൽ അറിഞ്ഞതിൻ്റെ തെളിവെന്താണ്? പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം. അല്ലെന്നുണ്ടെങ്കിൽ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ അറക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിലും കൊള്ളരാത്തവരുമാകുന്നു. അപ്പോൾ പ്രവൃത്തി വളരെ ഇമ്പോർട്ടൻ്റാണ്. ക്രേത്യരെ പറ്റി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷമാണ് അടുത്ത അധ്യായത്തിൽ നോക്കി, അതിൻ്റെ അടുത്ത വചനം എന്താ? അടുത്ത അധ്യായമല്ലേ? നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ അല്ലല്ല, രണ്ടാം, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. ഇതാണ് നമ്മളിതിനെ കഴിഞ്ഞ ദിവസം നമ്മളിത് മൊത്തം പഠിച്ചു. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസം പഠിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഓർമ്മയുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പലരും
പഠിപ്പിക്കും. നിങ്ങൾക്ക് ബേസിക്കായിട്ടൊരു കാര്യം കിട്ടണം, ഒരു വെളിപ്പാട് കിട്ടണം. ഞാൻ അങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലം തരുന്നൊരു ദൈവമല്ല. ദൈവത്തിൻ്റെ ജീവനും കൊണ്ട് നമ്മൾ ജീവിക്കാനാണ് വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്കും നിങ്ങളുമായിട്ടുള്ള ബന്ധം ദൈവത്തിൽ കൂടിയാണ്. എല്ലാ ബന്ധങ്ങളും അങ്ങനെ ആയെങ്കിൽ മാത്രമേ ഇവിടെ ദൈവികമായ ബന്ധങ്ങൾ നമുക്കുണ്ടാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊരു ബന്ധം വന്നാൽ അവിടെ സ്വാർത്ഥത വെളിപ്പെടും, ദൈവികമല്ലാത്ത കാര്യങ്ങൾ അവിടെ വെളിപ്പെടും. ശരിയല്ലേ? ദൈവത്തിൽ കൂടി അല്ലാത്തൊരു ബന്ധം വന്നാൽ ദൈവികമല്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ? ശരിയാണ്. ശരിക്കും ചിന്തിച്ചെങ്കിൽ മാത്രം, ശരിക്കും മെഡിറ്റേറ്റ് ചെയ്തതിലേ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ ദൈവികമല്ലാത്ത പലതും ഇതിൻ്റെ ഇടയിൽ നടക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എളുപ്പം പോട്ടെ. അടുത്ത വചനം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. വൃദ്ധന്മാരെങ്ങനെ ആയിരിക്കണം അല്ലേ? ഭീഷണി പറയരുത്, വീഞ്ഞിന് അടിവപ്പെടാത്തവരായിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കാൻ അതെല്ലാം പഠിപ്പിച്ചതല്ലേ? ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, പ്രിയരായിരിക്കണം, ഇതെല്ലാം പഠിപ്പിച്ചു. അപ്പോൾ കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വചനം പഠിപ്പിക്കുമ്പോൾ ഭർത്താവിന് കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു വെളിപ്പാടാണ്, ദൈവം തരുന്ന വെളിപ്പാടാണ്. ഭർത്താവിന് കീഴ്പ്പെട്ടാൽ എനിക്കെന്തോ കിട്ടുമെന്നൊരു ചോദ്യം ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കീഴ്പ്പെടാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഭർത്താവിന് കീഴ്പ്പെടുന്നില്ല ഭാര്യ, കീഴ്പ്പെടുത്താൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഈ വചനം വെച്ചുകൊണ്ട് ഭർത്താവ് കീഴ്പ്പെടുത്താൻ ചെന്ന പ്രശ്നമാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞോട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം നോക്കിയതാ. പോട്ടെ, അടുത്ത വചനം പോട്ടെ. ഇതെല്ലാം നിങ്ങളെ ഞാൻ അന്ന് ആവണ്ണ യൗവനക്കാർ സുബോധമുള്ളവരായി ആയിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാതെ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന്. നോക്കിയേ, അപ്പോൾ പിശാച് ലജ്ജിക്കുന്നത് എങ്ങനെയാ? എപ്പോഴാ? ഈ വ്യക്തിയെപ്പറ്റി ഒരു തിന്മയും പറയാനൊക്കത്തില്ല, ആ സമയത്താണ് പിശാച് ലജ്ജിക്കുന്നത്. ഞാനിവിടെ കിടന്ന് ശാസിച്ചിട്ട് പിശാചിന് എന്നെപ്പറ്റി തിന്മ പറയാനുണ്ടെങ്കിൽ ശ്വാസം കൊണ്ട് എന്ത് പറയാനോ? ഞാൻ പിശാചിനെ ശാസിക്കുക. പക്ഷേ പിശാചിന് എന്നെപ്പറ്റി തിന്മ പറയാനുണ്ടെങ്കിൽ മതി, ആ തിന്മ വെച്ചിട്ട് ഞാനെന്ന വ്യക്തിയെ നശിപ്പിച്ചു കളയാം. പ്രൈസ് ദി ലോർഡ്. സകലത്തിനും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കുക. ഇത് ആർക്ക് എഴുതിയതാ? തീത്തോസിന്. അപ്പോൾ തീത്തോസിനോട് ലേഖനം എഴുതുമ്പോൾ തീത്തോസ് എങ്ങനെയായിരിക്കണം സഭയെ നടത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് എഴുതുക. നിങ്ങൾക്കിത് വായിച്ചാൽ അറിയാം. കഴിഞ്ഞ ദിവസം ഇത് പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതിൻ്റെ അകത്ത് നോക്കാത്തത്. താഴോട്ട് വായിച്ചാട്ടെ, എടുത്താട്ടെ. ദാസൻ നമ്മുടെ രക്ഷിതമായ ദാസനെ എതിർ പറയുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം ഉപയോഗിച്ചല്ലോ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ള ഏറ്റവും വലിയൊരു സത്യമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ദൈവത്തിനുള്ള സബ്മിഷൻ എന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന എല്ലാവർക്കും സബ്മിറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ശരിയാണോ? ദൈവം നമ്മുടെ വചനത്തിൽ പറയുകയാണ് രാജാക്കന്മാർക്ക് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാജാക്കന്മാർക്ക് കീഴടങ്ങുന്നില്ല, ദൈവത്തിന് കീഴടങ്ങാത്തതിന് തുല്യം. ശരിയാണോ? പ്രൈസ് ദി ലോർഡ്. ആണോ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനിയിൽ ഒരു മാനേജറെ വെച്ചു, എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു ജോലിക്കാരനെ എടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ മാനേജർക്ക് കീഴ്പ്പെടണമെന്ന് ഇരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി മാനേജർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ അനുസരിക്കാതിരിക്കുകയല്ലേ? അല്ലേ? ആണോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഗമമായ ഒരു നടത്തിപ്പ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ആ വ്യക്തി ചെയ്തതിലേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തത് കൊണ്ട് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അതിതാ പറയുന്നത്. 3-ന്റെ 1. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇതിൻ്റെ അകത്ത് കൊണ്ട് നോക്ക്. കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്ക് ഒരുങ്ങിയിരിപ്പാനും. ടു ഒബേ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അതോറിറ്റീസാണ്. വാഴ്ചകൾക്കും അധികാരം. നിങ്ങൾ വാഴ്ച എന്ന് പറയുമ്പോൾ ഇല്ല പൈശാചിക മണ്ഡലമല്ല കേട്ടോ. ഇത് ഈ ഭൂമിയിൽ നമ്മളെ ഭരിക്കാൻ വെച്ചിരിക്കുന്ന അവർക്ക് കീഴടങ്ങി
സൽപ്രവർത്തികൾക്ക് ഒരുങ്ങിയിരിപ്പാനും. അടുത്ത വചനം, ആരെയും കൊണ്ടും ദൂഷണം പറയാതെ കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. ആരെ? ക്രേത്ത ദ്വീപിലുള്ള സഭയിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരെയും കൊണ്ടും ദൂഷണം പറയാതെ, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, ദൈവ വചനം ദുഷിക്കപ്പെടും അല്ലേ. പ്രൈസ് ദി ലോർഡ്. കലഹിക്കാതെയും ശാന്തന്മാരായി. നോക്കിയാൽ ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ നീതിയാണെങ്കിൽ ഇതിൻ്റെ കാര്യമില്ല. പറ്റുമോ? ഇങ്ങനെ പറ്റുമോ? ഇങ്ങനെ ജീവിക്കത്തില്ല. മനുഷ്യൻ്റെ നീതി അങ്ങനെയല്ല. നമ്മളോട് വഴക്കുണ്ടാക്കുന്നവനോട് നമ്മൾ അതുപോലെ ഇടപെടാം. നോക്കി, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഇതിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായിട്ട് നമുക്ക് പറ്റത്തില്ല. യേശുവിൻ്റെ ജീവൻ നമ്മുടെ അകത്ത് വന്നേലേ പറ്റൂ. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ജീസസ്. പക്ഷെ ആ ജീവൻ ഉണ്ടെന്നുള്ളൊരു വെളിപ്പാട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്ത വചനം, മുമ്പേ നോക്കി, നാമും ബുദ്ധി കെട്ടവരും എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴോ? മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണ ഇല്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങളിലും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യരും പകയ്ക്കുന്നവരും ആയിരുന്നല്ലോ. മുമ്പേ. എപ്പോഴ്? മുമ്പേ എന്ന് പറഞ്ഞാൽ എപ്പോഴാ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇനി രക്ഷിക്കപ്പെട്ട ശേഷം ഇതുവല്ലോ ഉണ്ടോ? എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ അകത്ത് വല്ലവരും ഉണ്ടോ? എന്തോ കാണരുതെന്ന്, അല്ലെ? ഇതൊന്നും കാണരുതെന്ന്. പക്ഷെ ഇങ്ങനെ പഠിപ്പിക്കാൻ പോയാൽ പൗലോസ് എഴുതിയ ലേഖനം വായിക്കാൻ പറ്റുമോ? തീത്തോസിന് അടി കിട്ടത്തില്ലേ? ഇപ്പം ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പ്രയാസം കാണുന്നത് പോലെ തന്നെ തീത്തോസ് വലിയ കാര്യമായിട്ട് പൗലോസ് എഴുതിയ ലേഖനമാണെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചാൽ, പൗലോസ് പറഞ്ഞതുപോലെ പോയി പഠിപ്പിച്ചാൽ, പൗലോസ് ഒരു ലേഖനം എഴുതിയിട്ട് പറയാ എൻ്റെ സഭയ്ക്കകത്ത്, ക്രേത്തയിലെ സഭയ്ക്കകത്ത് ഇതാ പഠിപ്പിക്കേണ്ടതെന്ന്. ഇപ്പോൾ ഒരു വിടുതലുണ്ടെന്നോ മറ്റേതൊക്കെ പഠിപ്പിക്കേണ്ടതിന് പകരം അവിടെ ആൾക്കാരിങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് വന്ന് പഠിപ്പിക്കുകയാണ്, തീത്തോസ് വന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് എന്നോട് പറഞ്ഞ് ഇങ്ങനെ വേണം നിങ്ങളെ പഠിപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തൊക്കെ ആണെങ്കിൽ ബുദ്ധി കെട്ടവരൊക്കെ ആണെങ്കിൽ അതങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പഹിക്കുന്നവരും ആയിരുന്നല്ലോ. ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. പിന്നെ നാനാമോഹങ്ങൾ, ഭോഗങ്ങൾക്കും അധീനരും വഴിതെറ്റി നടക്കുന്നവരും. ഇതിൻ്റെ അകത്ത് എന്താ ഇല്ലാത്ത? അതെന്നായിരുന്നു? മുമ്പേ അല്ലേ? അപ്പം മുമ്പേ എല്ലാ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു പ്രസൻസ് ഉണ്ട്. ഒരു പാസ്റ്റ് ഇല്ലെങ്കിൽ അവർ ഇതുവരെ കർത്താവിൽ വിശ്വസിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു പാസ്റ്റ് ഇല്ല. എപ്പോഴാണ് ഒരു പാസ്റ്റ് വരുന്നത്? ഞാൻ യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോഴാണ് ഒരു പാസ്റ്റ് വരുന്നത്. എനിക്കൊരു കഴിഞ്ഞ കാലം ഉള്ളത് ഞാൻ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്തോളം കാലം കഴിഞ്ഞ കാലമില്ല, അതേപോലെ നടക്കുകയല്ലേ ഒരേപോലെ. പക്ഷെ യേശുവിനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടും ഈ പാസ്റ്റ് കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ. യേശുവിനെ സ്വീകരിച്ചതിന് ശേഷവും മുമ്പുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ പിൻപറ്റുവാണെങ്കിൽ യേശുവിനെ സ്വീകരിച്ചുകൊണ്ടെന്ന പ്രയോജനം? എനിക്കറിയാം ഒരു ഹല്ലേലൂയയും ഇത് പഠിപ്പിക്കാൻ കിട്ടത്തില്ല. കാരണം പൗലോസിനും കിട്ടിയിട്ടില്ല. കാരണം തീത്തോസിൻ്റെ ലേഖനമോ ഇതൊന്നും ആരെയും പഠിപ്പിക്കത്തുമില്ല. പഠിപ്പിക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനതാ പറഞ്ഞത്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത എന്നിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് ബ്ലെസ്സിങ്ങിൽ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന ഉടനെ എന്താ? നമുക്ക് വലിയ കുറവൊന്നുമില്ല അല്ലേ? ഇനിയും വെച്ച് നോക്കിക്ക്, അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ കുറവുണ്ടോ? ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിൽ ജീവിക്കാൻ കുറവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മുമ്പേ വളരെ ഇമ്പോർട്ടൻ്റാ. വേർ സംടൈംസ് ഫൂളിഷ് ഡിസൊബീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ
ബുദ്ധി കെട്ടവരും അനുസരിക്കത്തില്ലായിരുന്നു. മുമ്പ് അനുസരിക്കത്തില്ലായിരുന്നു, ഇപ്പോഴും അനുസരിക്കത്തില്ല, അല്ലേ? ഉണ്ടോ? ഒരു മോഹമൊക്കെ തന്നെ വല്ലാതെ അങ്ങ് ദേഷ്യം. ഭാഷയ്ക്ക് ഇതേ ഉള്ള പ്രസംഗിക്കാൻ ഈ കോവിഡുമായിട്ട് ഉച്ചയ്ക്ക് വന്നിരുന്ന പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നാനാ മോഹങ്ങൾക്കും, നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് നോക്കണം. ഭോഗങ്ങൾക്ക് അധീനരും, ഈർഷ്യയിലും അസൂയയിലും. അത് പിന്നെ ഒരിക്കലും പോകത്തില്ല, ഇല്ലയോ? മരിക്കുന്നിടം വരെ കാണും. കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. പാസ്റ്റാ. പക്ഷെങ്കിൽ വീണ്ടും ജനിച്ചതിന് ശേഷവും ആയിരുന്നല്ലോ എന്നല്ല, ഇപ്പോഴും അതുണ്ടെങ്കിൽ യഥാർത്ഥ വീണ്ടും ജന്മം വന്നു. അടുത്ത വചനം എളുപ്പം തീർന്നു. എന്നാൽ നോക്കിയേ അങ്ങനെ ആയിരുന്നല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും പ്രീതിയും മനുഷ്യപ്രതി ഉദിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീതിപ്രവർത്തികളല്ല, ഇതെല്ലാം നിൽക്കുമ്പോൾ മേളിൽ പറഞ്ഞതെല്ലാം ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ദൈവത്തിൻ്റെ മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ നാം നീതിപ്രവർത്തികളാണ് തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചത്. എവിടുന്ന് രക്ഷിച്ചു? ഈ മേളിൽ പറഞ്ഞതെന്ന് രക്ഷിച്ചു. മേളിൽ പറഞ്ഞ അത്രയും കാര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചെന്നല്ലേ ബൈബിള് എഴുതുന്നേ? മുമ്പേ ബുദ്ധി കെട്ടവരായിരുന്നു, അനുസരണക്കാരുള്ളവരായിരുന്നു, ഈർഷ്യയുള്ളവരായിരുന്നു, പകയുള്ളവരായിരുന്നു, നാനാ മോഹങ്ങളുള്ളവരായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ചു. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് യേശുവിനെ രക്ഷയെന്ന് ഞാൻ ഇന്നുമല്ല സ്വീകരിച്ചിരിക്കുന്നു. അതാണോ രക്ഷ? അത് രക്ഷയാണ്. പക്ഷെങ്കിൽ ആ രക്ഷയെ സ്വീകരിക്കുമ്പോൾ മേളിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ യഥാർത്ഥ രക്ഷ എന്ന് പറഞ്ഞാൽ മേളിൽ പറഞ്ഞ കാര്യം എന്നുള്ള രക്ഷയാണ്. അത് രക്ഷ ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ രക്ഷ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെ രക്ഷിക്കപ്പെട്ടത്? എന്ത് സ്പഷ്ടമായിട്ട് വളരെ പറഞ്ഞു. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? മുമ്പേ നിങ്ങൾ ബുദ്ധി കെട്ടവരായിരുന്നു, അനുസരണക്കാർ. എന്നാൽ ദൈവത്തിൻ്റെ മഹാദയ ഉദിച്ചപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, സൗജന്യമായിട്ടാണ് ഇതിനകത്തുനിന്ന് രക്ഷിച്ചത്. നിങ്ങൾക്ക് ഇത് ചെയ്യാനേ പറ്റത്തുള്ളായിരുന്നു. പക്ഷെങ്കിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ മഹാദയ ഉദിച്ചപ്പോൾ നിങ്ങളെ ഇതിൽ നിന്ന് വീണ്ടെടുത്തു, രക്ഷിച്ചു. കർണപ്രകാരം അത്ര രക്ഷിച്ചത്. എവിടുന്ന്? അപ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയിൽ മറ്റേത് കിടക്കുന്ന അവർ അതേ ചെയ്യത്തുള്ളൂ. അവർ ഇനി എത്ര വിചാരിച്ചാലും അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവം രക്ഷിക്കാതെ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ഇപ്പം ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും മോനെ നിന്റെ സ്വഭാവം മാറ്റണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആ സ്വഭാവം അവനിലുള്ളതാ. അവിടെ നിന്ന് യേശുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ ഇതിൻ്റെ അകത്തുനിന്ന്. പിന്നെ എന്തുകൊണ്ട് ഈ യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? അവൻ്റെ ഒരു നീതി പ്രവർത്തിക്കും നീ നല്ലവണ്ണം നടക്കടാ, നല്ലവണ്ണം ചെയ്യടാ എന്ന് പറഞ്ഞാൽ അതിനൊന്നും അവരെ രക്ഷിക്കാൻ പറ്റത്തില്ല. Praise the Lord. Hallelujah. Glory to Lord. Praise the Lord. ഇപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്തുമായിരുന്നു ആ വചനം? എന്തായിരുന്നു? ഏത് പ്രവൃത്തിയിൽ നിന്നാണ് വിളിച്ച്? ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? അധർമ്മങ്ങളിൽ നിന്ന്. അപ്പോൾ അധർമ്മത്തിൻ്റെ കൂട്ടത്തിലാണ് അത് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം പെട്ടെന്ന് തീർക്കാൻ പോവാം. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ്. അത് ചെയ്യാതെ നമ്മൾ നീതീകരിക്കുമ്പോൾ ഇനിയും നമ്മൾ ആ ഭാവിയിലേക്ക് പഴയ സ്ഥലത്തേക്ക് ഭാവിയിലേക്ക് പോകുന്നില്ല, പാസ്റ്റിലേക്ക് പോകുന്നില്ല, ഭൂതത്തിലേക്ക് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശിയായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തു വരുന്നു. പിന്നെ പരിശുദ്ധാത്മാവാണ് അവനെ ഇവിടുന്ന് വിടുവിച്ച് അവനെ ദൈവിക ആക്കി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഈ വചനം വിശ്വാസ യോഗ്യം തന്നെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരല്ലയോ പറഞ്ഞാട്ടെ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വെള്ളമെടുപ്പെടുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം അതിൻ്റെ ഒരു സിമ്പലാകാം, അല്ലെങ്കിൽ പ്രാർത്ഥന കൂടി അന്യഭാഷ വന്നു, ഇതെല്ലാം സിമ്പലാകാം. പക്ഷെങ്കിൽ ഈ
അവിടെ പറഞ്ഞിരിക്കുന്ന ബുദ്ധികെട്ടവരും അനുസരണക്കെട്ടവരും അസൂയയും ഇതിൽ നിന്നെല്ലാം രക്ഷിച്ചു. അത് നമ്മൾ കാണാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നൊരു വാക്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെയല്ല, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. ഫിലിപ്പിയ ലേഖനം 2-ന്റെ എനിക്ക് ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ. അടുത്ത വചനം. ഇവിടെല്ല ഞാൻ നിൽക്കാൻ പോകുന്നത്. നിങ്ങൾ ഏക മനസ്സുള്ളവരെ, ഏക സ്നേഹമുണ്ട്, ഐക്യമതിയപ്പെട്ട് ഏകഭാവമുള്ളവരാ, ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. നോക്കി, ഇതൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. യേശുവിൻ്റെ സന്തോഷം പൂർണ്ണമാക്കുന്നത് ഏക മനസ്സുള്ളവരെ, ഏക സ്നേഹമുണ്ട്, ഏക സ്വഭാവമുള്ളവരായി ജീവിക്കുമ്പോഴാണ് യേശുവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത്. അടുത്ത വചനം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഇത് ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു, മുമ്പേ ഉണ്ടായിരുന്നെന്ന് വീണ്ടെടുത്തെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. ശാഠ്യത്താലോ, നോക്കിയേ, വെയിൻ ഗ്ലോറി, ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠന്മാരെന്ന് എണ്ണിക്കൊള്ളുകയും. അപ്പോൾ ക്രിസ്തു വിശ്വാസിയിൽ കാണേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് എണ്ണുവീൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ക്രിസ്തുവിൽ വിശ്വാസിക്കാത്ത ഒരു വ്യക്തിക്ക് തന്നെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠമായിട്ട് എണ്ണാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒക്കത്തില്ല. ക്രിസ്തുയേശുവിൽ കൂടി അല്ല നിങ്ങളെ ഞാൻ കാണുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളെ എന്നേക്കാൾ ശ്രേഷ്ഠനായിട്ട് എണ്ണാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി. അടുത്ത വചനം എളുപ്പം തീർക്കുക. ഓരോരുത്തൻ, നിങ്ങളൊന്ന് വായിച്ചേ. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി ജീവിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി പഠിപ്പിച്ചല്ലേ. ഞാൻ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ യേശുവിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കുന്നതിനായി മറ്റുള്ളവർ ജീവിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം. ഈ ഭാവം ആരിലുണ്ടോ? ആർക്ക് വേണ്ടി യേശു ജീവിച്ചേ? ആർക്കും അനക്കമില്ലേ? യേശു ആർക്ക് വേണ്ടിയാണ് ജീവിച്ചേ? ഇനി ഈ വചനം നോക്കിക്ക്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും. അപ്പോൾ ക്രിസ്തു യേശുവിലുള്ള ഭാവം എന്തായിരുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമായിരുന്നു അല്ലേ, മറ്റുള്ളവരെ ഗുണം അന്വേഷിക്കുമായിരുന്നു അല്ലേ, ആണോ? അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? യേശുവിന് വേണ്ടിയല്ലേ. പ്രൈസ് ദി ലോർഡ്. അത് വലിയ അക്ഷരത്തിൽ തന്നെ എത്തി നോക്കിയാലും പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റാണ്. മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കണം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള ഭാവമാണ്. ക്രിസ്തുയേശുവിൽ മറ്റുള്ളവൻ്റെ ഗുണം ക്രിസ്തുയേശു എങ്ങനെ അന്വേഷിച്ചത്? ബ്ലെസ്സിങ്, ലോകത്തിൻ്റെ ബ്ലെസ്സിങ്ങാണ്. ക്രിസ്തുയേശുവിൻ്റെ ഭാവം എന്തായിരുന്നു? മറ്റുള്ളവരുടെ ഗുണം അന്വേഷിച്ചത് എങ്ങനെയാണ്? തന്നെ കൊടുത്തിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അവനെ വെളിപ്പെടുത്തുമായിരുന്നല്ലേ, ആയിരുന്നു. അതേ ഭാവം നമ്മളിൽ ഉണ്ടാകണമെന്നല്ലേ. ഞാൻ എൻ്റെ ഗുണമല്ല അന്വേഷിക്കേണ്ടത്, ജിതിൻ്റെ ഗുണമാണ് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ജിതിനെ എങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതിലേക്ക് നടത്തണമെന്നല്ലേ, അതേ ഭാവത്തിലായിരിക്കണമെന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ എങ്ങനെ ആഗ്രഹിക്കണമെന്ന് പോലെ ആഗ്രഹമല്ല, ക്രിസ്തുവിന് പിതാവാം ദൈവം തനിക്ക് തന്നിരിക്കുന്ന മക്കൾ എങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ ആകാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് സ്വയമായിട്ടൊരു കാര്യമില്ല, പിതാവാം ദൈവം ഏൽപ്പിച്ചതിനെ അതുപോലെ ആക്കി പിതാവിന് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഓ ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വചനമാണ്. അവൻ കാണിച്ചിരിക്കുക ദൈവരൂപത്തിലിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസ്യരൂപം എടുത്തു. എന്തൊരു നോക്കി, എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുന്നത്? ഇതാണ് സബ്മിഷൻ. പിതാവ് യേശുവും ഒന്നാ, പക്ഷെങ്കിൽ ദാസൻ സബ്മിറ്റ് ചെയ്തു. ആ സബ്മിഷനിൽ കൂടി വെളിപ്പെടുന്ന ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഞാനും ദൈവമല്ലേ എന്ന് യേശു പറഞ്ഞാൽ നടക്കത്തില്ല. ഇനിയും പിതാവാൻ ദൈവം ഫോഴ്സ്ഫുള്ളായിട്ട് യേശുവിനോട് പറഞ്ഞില്ല സബ്മിറ്റ് ചെയ്യാൻ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഗത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ആർക്ക്? പിതാവിന്. പിതാവും ദൈവവുമായിട്ട് യേശുവുമായിട്ട് ഒരേ സമത്വത്തിൽ നിൽക്കുമ്പോൾ പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. എന്തിനു വേണ്ടി? പിതാവിൻ്റെ ഇഷ്ടം തികയ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് യേശുവിന് വലുത്. ഹല്ലേലൂയ, പ്രൈസ്. അവിടെ സബ്മിഷൻ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി ഈ ഭൂമി നടക്കത്തില്ല. യേശു പിതാവിന് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ, ഞാൻ ദൈവം സമവനാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി ഈ ഭൂമി നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മളോട് പറയാ, ആ ഭാവം തന്നെ നമ്മളിൽ വായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാതാപിതാക്കൾ സബ്മിറ്റ് ചെയ്തില്ലേ? എന്തുകൊണ്ട്? പിതാവുമായുള്ള ബന്ധത്തിൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ തൻ്റെ മാതാപിതാക്കൾക്ക്, ഭൂമിയിലുള്ള ജഡപ്രകാരമുള്ള മാതാപിതാക്കൾക്ക് സബ്മിറ്റ് ചെയ്തു. ആ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അധികാരസ്ഥർക്ക് സബ്മിറ്റ് ചെയ്തല്ലേ? കരം കൊടുക്കാൻ പറഞ്ഞോണ്ടേ ഒരു മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് പിടിച്ച് കൊടുക്ക്, നമുക്ക് ഇടർച്ച ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞല്ലേ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. സബ്മിഷൻ. എന്നിട്ടാ പറഞ്ഞൊരു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മൾ ഉണ്ടാകട്ടെ. കാരണം എന്താ? അതൊരു വെളിപ്പാടാ, അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലെസ്സിങ്. അതുകൊണ്ട് എന്തോ ചെയ്തു? യേശുവിനെ അനുസരണമുള്ളതായി. അതുകൊണ്ട് അടുത്ത വചനം നിങ്ങൾ വായില്. ഈ സബ്മിഷന്റെ ഒരു വെളിപ്പാട് കിട്ടിയെങ്കിലേ ഇത് പ്രാപിക്കാൻ പറ്റൂ. ദൈവം വെച്ചിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആയത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിൽ കൂടി അല്ലാതെ ഈ ബ്ലെസ്സിങ് നേടാൻ ഒരിക്കലും ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ബ്ലെസ്സിങ്ങിന് വേറെ ഒരു പരിപാടിയും പറ്റത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ബ്ലെസ്സിങ് കിട്ടാൻ വേറെങ്കിലും? മാതാപിതാക്കൾക്ക് ബഹുമാനിക്കണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ആ ബ്ലെസ്സിങ് ലഭിക്കണമെങ്കിൽ പിതാവാം ദൈവത്തിന് എങ്ങനെ പുത്രനായ ദൈവം കീഴ്പ്പെട്ടിരുന്നോ, ദൈവിക പദ്ധതിയുടെ വെളിപ്പാടിന് ആ ഉയർച്ച ലഭിക്കണമെങ്കിൽ ഇതിൽ കൂടി അല്ലാതെ വേറെ മാർഗമില്ല. യേശു എന്നിട്ട് ക്രിസ്തുവിനോട് അതേ ഭാവം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുന്നു. അതിൻ്റെ അകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. ആ ഭാവമുള്ളവനെയാണ് ഉയർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിയ സകലത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സബ്മിഷൻ്റെ അകത്തുനിന്ന് വെളിപ്പെട്ടത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുസരണം തികഞ്ഞവനായിരുന്നു പിതാവാം ദൈവത്തിന്. അനുസരണം ഒരേപോലെ നിൽക്കുമ്പോൾ സമന ദൈവരൂപത്തിലിരിക്കുക. അതിൻ്റെ അതൊക്കെ അർത്ഥമാണ് നാം മുമ്പേ പറഞ്ഞതുപോലെ. ദൈവരൂപത്തിലിരിക്കുകയായിരുന്നു, ദൈവത്തോട് സമനായിരുന്നു അവിടുത്തെ ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു ആരായിരുന്നപ്പം? ദൈവമായിരുന്നു, ദൈവത്തോട് സമനായിരുന്നു. ഈ ഭൂമിയിൽ വന്നത് ആ ദൈവത്വം തന്നെത്താൻ ഒഴിച്ചതാ, ദൈവം ഒഴിപ്പിച്ചതല്ല. തന്നെത്താൻ ഒഴിച്ചു മനുഷ്യനായി തീർന്നതാ. തന്നെത്താൻ. കാരണം എന്താ? ദൈവമായതുകൊണ്ടാണ് തന്നെത്താൻ ഒഴിച്ചത്. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെത്താൻ ഒഴിക്കാൻ കാരണം എന്താ? ദൈവമായതുകൊണ്ട്. അല്ലാതെ പിതാവാം ദൈവം ചെയ്തതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒഴിച്ചു. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് അവനെ സർവ്വനാമത്തിന് മേലായ നാമത്തിൽ ഉയർത്തി. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. ഗ്ലോറി ടു ലോർഡ്. തീത്തോസ് ലേഖനം എഴുതുന്നത്
നമ്മളിൽ പണ്ടുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുകയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന് ഫിലിപ്പ് ലേഖനത്തിൽ അതേ പൗലോസ് എഴുതി വെക്കുന്നു. ഏത് ഭാവം? താഴ്മയുടെ ഭാവം. അവിടെയാണ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്നത്. പക്ഷേ ഈ താഴ്മയുടെ സമയത്ത് എല്ലാവരും നിന്ദിക്കും അല്ലേ? കിട്ടുന്നവനെല്ലാം ചാട്ടാവാജ് ചടിക്കും അല്ലേ? തുപ്പത്തില്ലേ, കുത്തത്തില്ലേ, എല്ലാം ചെയ്യും. പക്ഷെങ്കിൽ അന്നേരവും ഒരു ബോധ്യമുണ്ട്, ആർക്കാ കീഴ്പ്പെട്ടിരിക്കുന്നത്? പിതാവ് അനുവദിക്കാതെ ഒരൊറ്റ കുഞ്ഞിനെ തൊടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ എൻ്റെ ദേഹത്ത് തൊടാൻ ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊരു വെളിപ്പാടാണ് കേട്ടോ. അതിൻ്റെ അകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിക്കാൻ വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിക്കാൻ യാതൊരു മാർഗ്ഗവും. ചിലപ്പോൾ തുപ്പേക്കേണ്ടി വരും, കുത്തേക്കേണ്ടി വരും, മിണ്ടാതിരിക്കേണ്ടി വരും. എന്തിനു വേണ്ടി? ലക്ഷ്യം പിതാവ് വെച്ചിരിക്കുന്ന ലക്ഷ്യമാണ്, ഉയർത്തുക. താൻ തന്നല്ല ഉയരുന്നേ, തൻ്റെ കൂടെ അനേകർ ഉയരുക. അതേപോലെ കുറേ മക്കളെ കൂടെ ഉയർത്തിക്കൊണ്ട് വരിക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൂതിൻ്റെ അകത്തൊന്ന് പറയാം. നിങ്ങൾ താഴാതെ വേറെ ആരെയും നിങ്ങൾക്ക് ഉയർത്താൻ പറ്റത്തില്ല. നിങ്ങൾ എത്രമാത്രം താഴുന്നോ അതിൽ കൂടിയാണ് വേറെ ചിലരുടെ ഉയർപ്പ്. പ്രിയപ്പെട്ടവരെ, വേറെ മാർഗമില്ല. നിങ്ങൾ താണാൽ ചിലരെ കൂടെ ദൈവം ഉയർത്തും. Praise the Lord. Praise the Lord. Praise the Lord. Glory to Lord. Glory, 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 glory to Lord. Glory, glory, glory. Glory gal khara aragadaga shamdavari gal khara adigastara dure gadaga shathara baravadaga diada. Romshakhana aragadi al khara ragadaga di al khara avadaga gadaga shamdavara ragadaga. Oh, hallelujah. Praise the Lord. Praise the Lord. ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് നിങ്ങൾ താഴുമ്പോഴാണ് അതിൻ്റെ അകത്തൂടെ ചിലരോട് ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവിക പദ്ധതിയിൽ നിങ്ങൾ താഴാൻ തുടങ്ങിക്കോ. ഹല്ലേലൂയ. പക്ഷെങ്കിൽ കുത്ത് കൊള്ളും. ഹല്ലേലൂയ. തുപ്പിയെന്നിരിക്കും. ഹല്ലേലൂയ. വേദന എടുക്കും. അതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. കാരണം എന്താ? ഒരു ലക്ഷ്യം കിടക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ലക്ഷ്യം കിടക്കുന്നു. ഹല്ലേലൂയ. ഒരുത്തൻ നിമിത്തമാണോ നിങ്ങൾ താഴുന്നത്? അവൻ നിങ്ങളെ ഉയർത്തിയിരിക്കും. ലോകത്തിലാരും പറഞ്ഞിട്ടല്ല നിങ്ങൾ താഴുന്നത്. മനുഷ്യൻ്റെ വാക്ക് കേട്ടിട്ടല്ല താഴുന്നത്. ദൈവശബ്ദം കേട്ടിട്ടാണ് നിങ്ങൾ താഴുന്നതെങ്കിൽ ഹല്ലേലൂയ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. ആ ഉയർച്ചയ്ക്കകത്ത് നിങ്ങൾ മാത്രമല്ല, ദൈവം നിങ്ങളുടെ ആ താഴ്ചയിൽ കൂടി ആരെയൊക്കെ ഉയർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യെസ്. റോക്കാൽ ഖര ദകശി ഹൽകര. ആകാശി ഖുൽഹാര ദിഗൽ ഖുറബകസി ഖുലാരഗഡക ശംധരാരഗദിയ സിഖല. Glory to Lord. It's a revelation. ഈ ബ്ലെസ്സിങ് പ്രാപിക്കണമെങ്കിൽ ഈ റെവലേഷൻ, സബ്മിഷൻ്റെ ഒരു റെവലേഷൻ ഉണ്ട്. ആ റെവലേഷൻ നിങ്ങൾക്ക് കിട്ടാതെ ഈ ബ്ലെസ്സിങ് പ്രാപിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഇതിൻ്റെ ഈ സമർപ്പണത്തിൻ്റെ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മാത്രമേ ഹല്ലേലൂയ അതിനുവേണ്ടി നിങ്ങൾ വില കൊടുക്കുകയുള്ളൂ. അതിൽ കൂടി ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഹല്ലേലൂയ. അത് ഒരു വ്യക്തി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, നിങ്ങൾ തന്നെ ഹല്ലേലൂയ അതിനെ പ്രാപിച്ചെടുത്തേ പറ്റൂ. ഹല്ലേലൂയ. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആ ദൈവം എന്നെ ഇത്രയും കാര്യങ്ങളോട് കയറ്റിവിട്ടത്. ദൈവം എന്നോട് പറഞ്ഞു ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ ഇത്രയും കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ ഇതാണ് ക്രീമായിട്ടുള്ള സന്ദേശം. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നമ്മളിലുണ്ടാകട്ടെ. ക്രിസ്തുവിലുള്ള ഭാവം തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതി പറഞ്ഞു, കൈക്കീഴ് താണിരിപ്പീൻ. തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് അവൻ്റെ കൈക്കീഴ് താണിരിപ്പീൻ. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ, അവിടെ ഒരു മഹത്വം വെളിപ്പെടും. അവിടെ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. അവിടെ ആ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെന്ന വ്യക്തി സീറോ ആകുന്നത് ആ താഴ്മയുടെ നടുവിലാണ്. നിങ്ങളെന്ന വ്യക്തി സീറോ ആയിട്ട് ദൈവത്തിൻ്റെ മഹത്വമായി മാറാൻ പോകുന്നത്. യെസ്, ഓ ജീസസ്. താങ്ക് യു ഫാദർ. നന്ദി പിതാവേ. ഞാൻ ക്ലോസ് ചെയ്യുന്നു. നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ചെറുകൂട്ടമായിട്ട് ഞങ്ങൾ കൂടി നീ പറഞ്ഞ സന്ദേശം വലിയൊക്കെ കൈമാറി. ഞങ്ങൾ ഒരുമിച്ച് അനേക വിഷയങ്ങൾ പ്രാർത്ഥിച്ചു, അതിനൊക്കെ മറുപടി അയച്ചു. അതിനപ്പുറമായി നീ ഞങ്ങൾക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുക, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങളുടെ മിടുക്കല്ല, അർഹതയില്ല, എന്നാൽ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചു. നീ മുന്നമേ കരുതി വെച്ചതാ, പക്ഷെ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന ഇപ്പോഴാ. ഓ ഹല്ലേലൂയ. അത് വെളിപ്പെടുത്തി കിട്ടാഞ്ഞത് കൊണ്ട് ഞങ്ങൾ പലപ്പോഴും വേവലാതിപ്പെട്ടു. എന്നാൽ നീ തക്ക സമയത്ത് അത് വെളിപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിനതൊരു അത്ഭുതമല്ല, ദൈവം നേരത്തെ കരുതി വെച്ചിരുന്നതാ. നമുക്കൊരു പക്ഷേ ഒരു അത്ഭുതമായിരിക്കാം, പക്ഷെ ദൈവത്തിനതൊരു അത്ഭുതമല്ല, ദൈവം കരുതി വെച്ചിരുന്നതാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് ചിലർ കൈമാറുന്ന കർത്താവേ, ഇതിൻ്റെ അകത്ത് ചിലർ എങ്ങനെ എഴുന്നേൽക്കട്ടെ. ആ ഒരു വെളിപ്പാട്, സബ്മിഷൻ്റെ ഒരു റെവല്യൂഷൻ എല്ലാവരുടെ മേലും വീഴട്ടെ. ദൈവം എന്താണ്? മുമ്പേ നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ നമ്മൾ ആരാ? യേശുക്രിസ്തു നമ്മളെ രക്ഷിച്ചു. അവൻ്റെ തെരഞ്ഞെടുപ്പ്, അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാ. അനേകർ ഇന്നും രക്ഷിക്കപ്പെടാതെ കിടക്കുന്നു. അവൻ്റെ തിരഞ്ഞെടുപ്പാ നമ്മളെ രക്ഷിച്ച് അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ ആക്കിയത്. അതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ യോഗ്യത എന്താ? ഇല്ല. ഞങ്ങളുടെ നീതിപ്രവൃത്തി അല്ല, കൃപയാൽ അത്രേ, ക്രിസ്തു യേശു മൂലം, വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ഈ ഒരു വെളിപ്പാട് കൈമാറുന്നു കർത്താവേ. ദൈവത്തിൻ്റെ മഹത്വം ഇവരിലും വെളിപ്പെടണം. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന ഫലം ഇവരിൽ കൂടി പുറപ്പെടണം. നീ ആഗ്രഹിക്കുന്ന മഹത്വം ഇവരിൽ കൂടി വെളിപ്പെടണം. അതിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. മോശയ്ക്കൊരു 40 ദിവസം യേശുവിന് ഹല്ലേലൂയ താണിരിക്കേണ്ടി വന്നു. തൻ്റെ 33.5 വർഷക്കാലം, തൻ്റെ 33.5 വർഷക്കാലം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചിട്ട്, വിചാരിക്കാതെ മനുഷ്യരൂപമെടുത്തു, തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ. പക്ഷെങ്കിൽ 33.5 കഴിഞ്ഞപ്പോൾ അവനെ ഉയർത്തി. സകലനാമത്തിന് മേലായ നാമം നൽകി. ഹല്ലേലൂയ. അവൻ ഇന്നും ഹല്ലേലൂയ ഗ്ലോറിയോടെ നിൽക്കുന്നത് തന്നല്ല, അനേകരെ ഗ്ലോറിയിലേക്ക് നടത്തുന്നു. ഹല്ലേലൂയ. അനേകരിലെ വീണ് കിടക്കുന്ന അനേകരെ മഹത്വത്തിലേക്ക് നടത്തുന്ന വലിയൊരു ശുശ്രൂഷ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളെ അതിനുവേണ്ടി ഭാഗവാക്കായി വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഭയാം കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത സഹായിച്ച യൗവനക്കാർക്കായി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മറ്റ് പ്രാർത്ഥിച്ച് മറ്റെല്ലാം സഹകരിച്ച് എല്ലാവർക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. നടക്കുന്ന ഓരോ മീറ്റിങ്ങും അത്ഭുതമാകട്ടെ. ദൈവിക വെളിപ്പാടോടുകൂടി ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ അനുഭവിക്കുവാനും ദൈവീയ പദ്ധതിയിൽ നടക്കുവാനും ഞങ്ങളെല്ലാം യോഗ്യരാക്കി തീർക്കണം. ഞങ്ങളൊരിക്കലും പതറിപ്പോകുന്നവരായിട്ടല്ല, നിന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഓരോ നിമിഷവും മുന്നേറുവാൻ, പ്രതികൂലങ്ങളുടെ നടുവിലും പകർത്തിപ്പോകാതെ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ദൈവം നൽകുന്ന അനുഭവങ്ങൾ, നന്മകൾ അനുഭവിച്ചും കൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ നീ ഒരുക്കുന്നതിനായി സ്തോത്രം. അമേരിക്കയിലായിരിക്കും ജ്യോതിടിച്ചാനെ അമ്മാവി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മടങ്ങി വരവ് കർത്താവേ സൗഖ്യത്തോടെ ആയിരിക്കാൻ എത്രയും വേഗം അതിൻ്റെ എല്ലാ ക്രമീകരണം നടക്കേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ നടുവിൽ ഞങ്ങൾ അനേക പ്രാർത്ഥനാ വിഷയം പ്രാർത്ഥിച്ചു. അതിൻ്റെ മേലൊക്കെ അത്ഭുത വിടുതലുകൾ, അത്ഭുത മറുപടികൾ അയച്ചിരിക്കാൻ നന്ദി. ഞങ്ങളുടെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെയും എല്ലാ യൗവനക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ വിഷയത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ കരമുള്ളതിനായി സ്തോത്രം. ഒന്നിച്ച് അന്നേ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മഹത്വം കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടി എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.